ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് 24/1/2026 ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നാട്ടിൽ പൂരമാണ്. അപ്പം നമ്മൾ പൂരത്തിന് പോകാൻ നിൽക്കുകയാണ്. നേരം വെളുത്തിട്ടുള്ളൂ. അപ്പം ഇന്ന് പൂരം കഴിഞ്ഞാലുള്ള നെക്സ്റ്റ് ഡേ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയില്ലേ? എന്താണ് നമ്മളെ ഉണ്ണിയുടെ 90 അത് ഇവിടെ പറപ്പൂർ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. അപ്പം ഞങ്ങൾ പൂരൊക്കെ ആഘോഷിച്ചിട്ട് വരുമ്പോൾ എന്തായാലും നല്ല ലേറ്റാവും. അപ്പോൾ ഉറക്കമൊന്നും ശരിയാവാനുള്ള ഒരു സാധ്യത ഇല്ലെങ്കിൽ കാണാനില്ല. ഇപ്പം തന്നെ കണ്ടില്ലേ ഞങ്ങളുടെ മുഖം ഉറക്കം തിന്നിട്ട് വന്ന പോലെ. നാളെ ഇതിൽ എക്സ്ട്രീം ആയിരിക്കും. അപ്പോൾ അലറം വെച്ചിട്ട് എനിക്കാണെന്ന് വിചാരിക്കണം. കാരണം ഞങ്ങളുടെ അമ്പലത്തിൽ പരിപാടി കഴിയുമ്പോൾ ഒരു 2 മണി 6 മണിയൊക്കെ ആവാറുണ്ട്. ആനപ്പൂരൊക്കെ കഴിയുമ്പോൾ അതൊന്നും കാണാൻ നിൽക്കണില്ല. നമ്മൾ 2 മണി ആകുമ്പോഴേക്കും വീട്ടിലെത്തിയിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തായാലും പറയാത്ത ഞാൻ പറയണം. അപ്പൊ ഉണ്ണിയുടെ പേരൊക്കെ ഞങ്ങൾക്ക് അറിയാം ഓൾറെഡി. നമ്മളത് റിവീൽ ചെയ്തിട്ടില്ല. അതെ, ഹോസ്പിറ്റലിൽ വെച്ചിട്ട് സാഗറാണ് സജസ്റ്റ് ചെയ്തിട്ടുള്ള നെയിം. പെട്ടെന്നത്തൊരു പേരായിരുന്നു കേട്ടോ. അതുവരെ നമ്മള് എന്തായിരിക്കും പേര് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. പെൺകുട്ടിക്കുള്ള പേരൊക്കെ വിജയ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം പെൺകുട്ടിയാണെന്നുള്ള. അപ്പൊ ഞാൻ അപ്പോളെ പറഞ്ഞു, നീ വെറുതെ ഇതാക്കണ്ട, ആൺകുട്ടി ആയിരിക്കും. എനിക്കിത് ഇങ്ങനെ എൻ്റെ കണ്ണു സ്കാനറാന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ചേച്ചി പ്രഗ്നന്റ് ആണ്. അപ്പൊ ചേച്ചിക്ക് പെൺകുട്ടി ആയിരിക്കുന്നതാണ് എൻ്റെ ഒരു പ്രവചനം. വെറുതെ ബെറ്റ് വയ്ക്കാൻ നിൽക്കണ്ട. അതല്ലേ എൻ്റെ. അതെ, 2-3 പേരുകളൊക്കെ നമുക്ക് ചേച്ചിക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പേര് ദഹിക്കണില്ലേ അവർക്ക് ഈ പാർവതി, ശ്രീകുട്ടൻ ഇതൊക്കെ പറ്റുള്ളൂ. പാർവതിന്ന് ഇപ്പോഴും പേരുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. നല്ല പേരെന്നെ. പക്ഷെ നമ്മുടെ ഒരു ന്യൂ ജനറേഷൻ ആകുമ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ സ്കൂളിലേക്ക് ഞാൻ പോകുമ്പോൾ അക്ഷയ്മാരൊരു 15 അക്ഷയ് ഓരോ ഡിവിഷനിലായിട്ട്. അതിൽ എന്നെ ഞാൻ വ്യത്യസ്തനാക്കുന്നത് എൻ്റെ മുടിയിൽ കൂടെയൊക്കെയാണ്. മുടി വളർത്തിയ അക്ഷയ്, ഭംഗിയുള്ള അക്ഷയ്, ലുക്കുള്ള അക്ഷയ്, പഠിക്കുന്ന അക്ഷയ്, അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ കണ്ണിലുണ്ണിയായിരുന്നു ടീച്ചർമാരൊക്കെ. ഇതിനൊക്കെ ചിരിക്കാൻ ആൾക്കാര്. അപ്പോൾ പറഞ്ഞത് നാളെയാണ് ആ ദിവസം. അപ്പോൾ എന്തായിരിക്കും അതായിരിക്കും നമുക്ക് വീഡിയോ കൂടെ കാണാം. അപ്പോൾ എൻ്റെ ഉറക്കം ശരിയാവാൻ ചാൻസ് കുറവാണ്. കാരണം നാളെ എനിക്ക് ഓടണം വേഗം കാലത്ത്. വണ്ടി ഓടിക്കോളും, കാർ ഓടിക്കോളും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡൊന്ന് മാറിയായിരുന്നു. ഇതാണ് നമ്മുടെ ചുറ്റുവട്ടം ഇപ്പോഴത്തെ പുതിയത്തെ. അപ്പോൾ വീടിൻ്റെ ഒക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ എന്താണ് നമ്മുടെ കറണ്ട് സിറ്റുവേഷൻസ്, വീഡിയോ ഇടാൻ പറ്റാത്തതിൻ്റെ ഒരു അവസ്ഥ എന്തുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ വീട് മാറിയതിൻ്റെ ഇതൊന്നും നമ്മൾ എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ പറയണില്ല. കാരണം പലതാണല്ലോ. കാരണമൊന്നും പറയണില്ല. പക്ഷേ നമ്മൾ മൾട്ടിപ്പിൾ കാരണങ്ങൾ മാറി. അതെ, ഒരു മാറ്റം ആർക്കാണ് അനിവാര്യമില്ലാത്തത് അല്ലേ? ഇപ്പോൾ ഊട്ടിയിൽ ഒരു 5 വട്ടം പോയി കഴിഞ്ഞാൽ നമുക്ക് തോന്നും മൂന്നാർക്ക് പോയാലോ എന്ന്. അങ്ങനെയാണ്. ഞാൻ അതുവരെ ഊട്ടി കണ്ടിട്ടില്ല കേട്ടാ. ഞാൻ കൊടൈക്കനാൽ പോയിട്ടുണ്ട്, മൂന്നാർ പോയിട്ടുണ്ട്, ഊട്ടി പോയിട്ടില്ല. ഞങ്ങൾ താമസിക്കുന്നത് കുറച്ചുള്ള എൻ്റെ വീട്ടിലേക്ക്, അധികം ദൂരമില്ല. യെസ്. പിന്നെ ശിവൻ്റെ സ്കൂൾ വണ്ടികളൊക്കെ അതെ ഇവിടെ നിന്ന് ഇങ്ങനെ എത്തും. ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ബസ്സുണ്ട്, തൃശ്ശൂർക്ക് ബസ്സുണ്ട്, പറപ്പൂർക്ക് ബസ്സുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ചായക്കടയുണ്ട്, പുട്ട് കിട്ടും, നല്ല അടിപൊളി ചൂട് പുട്ട് കിട്ടും, പലചരക്ക് കടയുണ്ട്, ബേക്കറി ഉണ്ട്, മുടിവെട്ട് കടയുണ്ട്. ഇനി എനിക്കൊക്കെ മീശയൊക്കെ ഒന്ന് ട്രിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നടന്നാൽ മതി. അങ്ങനെ കുറേ പെട്രോൾ ലാഭിക്കാന്നുള്ള കുറച്ച് ഗുണങ്ങളുണ്ട്. പിന്നെ ശാന്തസുന്ദരമായ ഒരു സ്ഥലമാട്ടോ വീട് ഞാൻ കാണിച്ചു തരാട്ടോ നിങ്ങൾക്ക്. വീട് അടിപൊളി വീടാണ്. ഒരു പഴമയെ നിലനിർത്തിക്കൊണ്ട് പുതിയ വീട്. സ്റ്റോറി ഇപ്പോൾ യൂട്യൂബിലുള്ളവരൊക്കെ സ്റ്റോറി കാണണമെന്നല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ഒരു വീഡിയോൻ്റെ വീടിൻ്റെ ഒരു വീട് നമുക്കൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, ബൈ. അപ്പോൾ നമുക്ക് നാളെ കാണാം ഗൈസ്. ഓക്കെ അല്ലേ? നമ്മുടെ ഉണ്ണിയുടെ പേരിടൽ ചടങ്ങാണ് അല്ലേ? 90 എന്നൊക്കെ പറയാം നമ്മൾ. 90 ചടങ്ങാണ്. ഇത് വിജി ചെയ്ത ഡ്രസ്സാണ് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഉണ്ണിയുടെ 90-നാണ്. ഇപ്പോൾ നമ്മൾ പറപ്പൂർ വിജിയുടെ കല്യാണം കഴിഞ്ഞ ആ ഓഡിറ്റോറിയത്തിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അല്ല ശിവു, ഒക്കെ ഒരു പടച്ചിലായിരുന്നു വരാൻ വേണ്ടിയിട്ട് അല്ലേ? കാരണം ഇന്നലെ പൂരൊക്കെ ആയ കാരണം കൊണ്ടും ഞങ്ങൾ മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല. 4 മണിക്ക് കഴിഞ്ഞിട്ട് ഉറങ്ങുമ്പോൾ
അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എണീക്കാൻ കുറച്ച് ലേറ്റായി. പിന്നെ നമ്മുടെ വീടിന് മുറ്റത്ത് കളമൊക്കെ വരച്ചിട്ട് ചെറിയ പൂരൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഇന്നത്തെ വ്ളോഗിൽ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് വീഡിയോസ് എടുക്കലൊക്കെ ഭയങ്കര കുറവാണ്. ശിവനെന്തെങ്കിലും പറയാണ്ടോ? ഇവിടെ ഒരു പള്ളി ഉണ്ട് കേട്ടോ ഗായ്സ്. ഇതാണ് പറപ്പൂര് പള്ളി. ശിവോ ഗൈസ്, അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറയണത് കേട്ടോ. റെഡ് ആൻഡ് എല്ലാവരും ഓരോ കോമ്പോണ്. ഇപ്രാവശ്യം നമ്മളങ്ങനെ കളർ ഇത് പിടിച്ചില്ല, കാരണം ഇവരെടുക്കുന്ന കളർ എനിക്ക് പറ്റാറില്ല. അപ്പോൾ ബാക്കിൽ കാണുന്നതാണ് ഓഡിറ്റോറിയം. നിങ്ങൾ കല്യാണത്തിന് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് അവിടെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാവരും ഒരു കേക്ക് ഉണ്ടാവും. ബിന്ദുവിൻ്റെ സൗണ്ട് അടവണേ. അപ്പോൾ ഓക്കെ, ഇത് അവിടെ അച്ഛനും അമ്മയൊക്കെ നിൽക്കണം കാണാണ്ടാവും നിങ്ങൾക്ക്. അതെൻ്റെ കാറ് ഇവിടെ പാർക്ക് ചെയ്താൽ മതിയായിരുന്നു. വിജി വന്നിട്ടില്ല കേട്ടോ ഗൈസ്. അവള് മേക്കപ്പ് ഒക്കെ ഉണ്ട്. പിന്നെ വേണ്ട ഈ താലി കണ്ടോ ഗൈസ്, ഇത് നമ്മൾ കെനിസ പെരിഡോട്ടിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. നല്ല കളക്ഷൻസ് ഉള്ള ഒരു പേജാണ് കെനിസ പെരിഡോട്ട്. പണ്ട് തൊട്ടേ ഞങ്ങൾ അവരുടെ പേജ് തന്നെയാണ് മേടിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഓഡിറ്റോറിയത്തേക്ക് പോവാം. നമ്മളൊരു 11 മണി സമയത്താണ് കേട്ടോ നമ്മൾ പരിപാടി വെച്ചിട്ട്, അതായത് പരിപാടി വെക്കാമെന്ന പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ 11 മണിക്കാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങണേ ഉള്ളൂ കേട്ടോ. പിന്നെ അച്ഛനും അമ്മയും ആദ്യമേ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കാറ്ററിങ്ങിൻ്റെ പിള്ളേരോട് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളാണ് കേട്ടോ വന്നത്. അങ്ങനെ വന്നു. നമ്മൾ വിജി മേക്കപ്പിന് പോയിക്കായിരുന്നു. മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. പിന്നെ അവർ എത്തി. പിന്നെ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ മെല്ലെ മെല്ലെ എടുക്കാൻ തുടങ്ങി. പിന്നെ കുറേ പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് തന്നെ കുറേ മുഹൂർത്തം കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് കുറേ പേരെ വിളിച്ചിട്ടുണ്ടെങ്കിലും അധികം പേർക്ക് എത്താൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മളിത് ചടങ്ങിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉണ്ണിക്ക് നമുക്ക് എന്ന് വെച്ചാൽ ചടങ്ങെന്ന് വെച്ച് കഴിഞ്ഞാൽ 28 കഴിഞ്ഞ് പിന്നെ ഒന്നെങ്കിൽ 56, 90 അങ്ങനെയാണ്. അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ അല്ലല്ലോ. അപ്പോൾ നമ്മൾ 90 നടത്തിയത്. അപ്പോൾ ഉണ്ണിക്ക് ഇത് നമ്മൾ പേരിടാൻ വേണ്ടി പോവാണ് കേട്ടോ. പേരിടുമ്പോൾ നമ്മൾ എന്താ പറയുക, ചെവിയിൽ മറ്റേ ഇലയൊക്കെ വെച്ചിട്ട് ഒരു സൈഡിൽ അങ്ങനെ പേര് വിളിക്കുകയാണ് ചെയ്യുക. അച്ഛനമ്മയും വിളിക്കുകയാണ് ചെയ്യുക. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഉണ്ണീനെ അതേ മടിയിലിരുത്തിയിട്ടുണ്ട്. ഉണ്ണീൻ്റെ കോസ്റ്റ്യൂമൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. വിജിയുടെയിലും സാഗറിൻ്റെയിലും നല്ല രസമായിട്ടുണ്ട്. കോസ്റ്റ്യൂം നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ എൻ്റെ സാരി എന്താ പറയുക, ഒരു റീലിട്ടപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു എവിടെയാന്ന് ചോദിച്ചിട്ട്. 2-3 പേര് എൻ്റെ അടുത്ത് ചോദിച്ചു ഇവിടെ സാരി എവിടെ നിന്നാന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയതല്ല. ഞാൻ എന്താ പറയുക, സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇത് ഓൺലൈനല്ല. ഇത് ഞാൻ നമ്മുടെ തൃശ്ശൂരുള്ള സൂര്യ സിൽക്സ് നിന്ന് വാങ്ങിയത് ഒരു സാരിയാണ് കേട്ടോ. അപ്പോൾ സാരീസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പോൾ സാരീസും കളക്ഷൻസും കുർത്തികളൊക്കെ ഉണ്ട്, ഒരുപാടുണ്ട്. കോട്ട് സെറ്റൊക്കെ ഉണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഇപ്പോൾ അമ്മയുടെ സാരിയും എൻ്റെ പേജിലത്തെയാണ് കേട്ടോ. തൃശ്ശിവ ക്ലോത്ത് സ്റ്റോറിലത്തെയാണ് അമ്മയുടെ സാരിയും വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ ഇതേ ഉണ്ണിക്ക് ഇതേ പേരിടാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ പേര് നമ്മൾ മുൻപേ നമ്മൾ വിചാരിച്ചിട്ട്, അതായത് മുൻപേ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല വിജിക്ക് എന്ത് പേരിടണമെന്നൊന്നും. പിന്നെ പറഞ്ഞു, സിസ്റ്റർമാർ പറഞ്ഞു ഇപ്പം തന്നെ പേരിടുകയാണെങ്കിൽ അതാണ് നല്ലത് എന്ന് വെച്ചാൽ പിന്നെ അതിൻ്റെ പിന്നാലെ കിടന്ന് നടക്കാന്ന് വെച്ചാൽ എളുപ്പമല്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പോഴേ കഴിഞ്ഞില്ലേ. അപ്പോൾ അത് കാരണം ഇപ്പോഴേ പേരിടാം എന്നുള്ള ഇപ്പോഴേ ആ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഉണ്ണിക്ക് അവിടെ വെച്ചിട്ട് പേരിട്ടു. അന്നത്തെ ദിവസം പേരിട്ടു. ഡിസ്ചാർജ് ചെയ്യുന്ന തലേദിവസമൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട് ഉണ്ണിക്ക് പേരിട്ടു. അപ്പോൾ നമ്മൾ ഇനി ഉണ്ണിക്ക് പേരിട്ട് കഴിഞ്ഞ് പിന്നെ നമ്മൾ മറ്റേ ഇതില്ലേ പേര് എഴുതിയിട്ടുള്ള ആ സംഭവം അത് വലിച്ചിടണമല്ലോ. അപ്പോൾ അതാണ് ഇപ്പോൾ പല സ്ഥലത്തും പല ടൈപ്പിലാണല്ലോ ഈ സാധനം കൊണ്ടുവരുന്നത്.
നെയിം കാണിക്കണത്, അതിന് എന്തിട്ട് പറയാവോ എനിക്കറിയില്ല. അപ്പോൾ നെയിം കാണിക്കുന്നത് ആ ഒരു സംഭവം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ശിവുവിന് പ്രസവിക്കുന്ന ടൈമിൽ ആ സമയത്തൊന്നും ഈ സാധനമൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഇങ്ങനൊരു ഐറ്റം. അപ്പോൾ അതേ ഉണ്ണീനെ സെറ്റാക്കിയത് പേര് ഇതേ റിവീൽ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കാണിച്ചു തരാം പേരെന്താണെന്നുള്ളത്. അപ്പോൾ കുറേ നമ്മൾ സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണ്ണിയുടെ പേരെന്താണെന്നുള്ളത്. അപ്പോൾ എന്താ പറയുക, എല്ലാവരും കുറേ പേർക്ക് അറിയില്ല എന്താണെന്നുള്ളത്. നമുക്കറിയാമെന്നുണ്ടെങ്കിൽ എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടില്ല പേരിൻ്റെ കാര്യം എന്താണെന്നൊന്നും ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. എല്ലാവരും ഭയങ്കര ഇതിലാണ്, നല്ലൊരു അത് ഭയങ്കര ഷോർട്ടായിട്ടുള്ളൊരു പേര് വേണം, നല്ല രസമുള്ളൊരു പേരാവണം, അങ്ങനെ ചിന്തിച്ചിട്ടുള്ള ഒരു പേരാണ് കേട്ടോ. കുറച്ച് പേർക്ക് പിന്നെ കേട്ടിട്ടുണ്ട് ഈ പേര്. അപ്പം അങ്ങനെ നമ്മൾ പേര് ഒക്കെ റിവീൽ ചെയ്തു. വ്യോമസാഗർ എന്നാണ് കേട്ടോ ഉണ്ണിയുടെ പേര് വരുന്നത്. അപ്പോൾ ആ ഒരു പോർഷൻ നമുക്ക് കിട്ടിയിട്ടില്ല ഇതിൽ. വ്യോമസാഗർ എന്നാണ് വ്യോം എന്നാണ് ഉണ്ണിക്ക് ഇട്ടിട്ടുള്ള പേര്. അപ്പോൾ നമ്മളത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഗോൾഡൊക്കെ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഉണ്ണിക്ക് അവർ കുറച്ച് ഗോൾഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഉണ്ണിക്ക് ഇട്ടതൊരു വളയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഉണ്ണിക്ക് ഗോൾഡ് ഇട്ട് കൊടുക്കുന്ന ചടങ്ങിലേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ ചടങ്ങൊക്കെ കഴിഞ്ഞത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ വന്നിട്ടുണ്ട്, ചേച്ചി വന്നിട്ടില്ല. ചേട്ടൻ വന്നിട്ടുണ്ട്, പിന്നെ ചേച്ചിയുടെ അമ്മയും വന്നിട്ടുണ്ട് കേട്ടോ. ചേച്ചി വരാത്ത ചേച്ചിക്ക് ചെറിയ ഷുഗറിൻ്റെ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് പോയാൽ ചേച്ചി ഒക്കെ നോർമലാണ് കേട്ടോ, ഒരു കുഴപ്പമില്ല. ടെസ്റ്റിന് വേണ്ടിയിട്ട് അഡ്മിറ്റ് ആയിക്കാണ്. അപ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസമായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ അതേ കുഞ്ഞാവിക്ക് വയ്യാതെ എന്ന് വെച്ചാൽ ടയേർഡായി. ഇതിന് എല്ലാവരും മാറി എടുക്കുക, ഇങ്ങനെ സ്റ്റേജിൽ കുറേ നേരം ഇങ്ങനെ ഇരിക്കുന്ന കാരണം ഇടയ്ക്ക് പാല് കുടിക്കുക, കൊണ്ടുവരിക, അതായിരുന്നു പരിപാടി. അപ്പോൾ ആകെ ടയേർഡായി. അപ്പോൾ അതേ കുഞ്ഞിതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ചുക്ലു 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 എവിടേക്ക് നോക്കണം, വിളിച്ചു അങ്ങനെ നമ്മൾ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. ചേച്ചിയും ചേട്ടനും ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ചേച്ചിനെ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം ഞാൻ നേരെ വീട്ടിലേക്കാണ് കൊണ്ടുവന്നത്. അപ്പോൾ ചേച്ചി ഞങ്ങൾക്ക് വേറൊരു ഫങ്ഷനും കൂടി ഉണ്ട്, ഒരു കുഞ്ഞു അവിടെ ഇതുപോലെ തന്നെ. ഉണ്ണിക്ക് 6 മാസം പേര് ഇപ്പോഴാണ് ഇടുന്നത്, പേരിടൽ നടത്തുന്നത് ഇപ്പോഴാണ്. അപ്പോൾ ഉണ്ണിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഡ്രസ്സ് ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട് ഉണ്ണിക്ക്. ചേച്ചിയും ചേട്ടനും എടുക്കാൻ വന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ കൈപ്പറമ്പിലുള്ളൊരു ഷോപ്പാണ്. എല്ലാ ഐറ്റംസിനും നല്ല ഡിസ്കൗണ്ടാണ്. കാരണം കട അവിടെ നിന്ന് കാലിയാക്കി പോവുകയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് കൈപ്പറമ്പ് അവറോൺ ഷോപ്പിൻ്റെ മുകളിലാണ് കേട്ടോ. കുട്ടികൾക്ക് വല്ല അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പോയാൽ മതി. ഇത് നമ്മൾ ശിവുവിന് ബുക്ക് ചെയ്തിട്ടുള്ള കാറാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ ആ സംഭവങ്ങളൊന്നും വെച്ചിട്ടില്ല, വെക്കണം. നമ്മളത് കൊണ്ടുപോകുമ്പോഴാണ് നമുക്കതൊക്കെ ഫിറ്റ് ചെയ്ത് തരിക. പിന്നെ
എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടുവിൻ്റെ മാമൻ്റെ മോളുടെ ഉണ്ണിയുടെയാണ് കേട്ടോ പരിപാടി ഉണ്ടായിരുന്നു. നമുക്ക് അന്നത്തെ ദിവസം പോകാൻ പറ്റിയില്ല, കാരണം ചേച്ചിനെ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസമായ കാരണം പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി, ഉണ്ണിക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ഗൈസ്. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.